തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ത്രീ വിഷയം ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങളും, അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അല്ല, BJP അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു ട്രൈഫോക്കൽ അപ്രോച്ചാണ് നമ്മൾ. BJPയും RSSും ഒക്കെ താല്പര്യം കാണിക്കുന്നത് വീണ്ടും ഒരു വട്ടം കൂടി LDF സർക്കാർ അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല. അല്ലല്ല, അതിൽ വ്യത്യാസമില്ലല്ലോ. ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങളില്ലാതെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള സാഹചര്യം. അത് BJPയുടെ പിന്തുണയില്ല. നാളെ മുന്നണികളൊക്കെ മാറാലോ. സ്വകാര്യ ജീവിതത്തിൽ ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. സത്യമാണ്. കാരണം എനിക്ക് വരുമാനം അത് മാത്രമേ ഉള്ളൂ. K. മുരളീധരനെ എന്ത് വിധേനയും തോൽപ്പിക്കണമെന്ന് BJPയും RSSും ഒക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും തരത്തിലുണ്ട്? ഇന്ന് നോട്ട് ദ പോയിന്റിൽ നമ്മോടൊപ്പമുള്ളത് ദേശീയ തലത്തിലെ കേരളത്തിൻ്റെ മുഖമാണ്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ശ്രീ V. മുരളീധരൻ. നമസ്കാരം സർ. ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ വളരെ പെട്ടെന്ന് താങ്കളെ കണ്ടപ്പോൾ ഒരു പഴയകാല ചരിത്രമാണ് ഓർമ്മ വരുന്നത്. ഒരു സർക്കാർ ജീവനക്കാരനായി ജോലി ചെയ്ത് അതിനുശേഷം ഇപ്പോൾ വിരമിച്ച് വിശ്രമജീവിതം നയിച്ച് ഗൃഹസ്ഥനായിരിക്കേണ്ട ഒരു ഘട്ടമാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ വേട്ടയാടലാണ് എന്നെ ഇപ്പോഴത്തെ നിലയിലേക്ക്, അതായത് ഒരു MP ആയി, കേന്ദ്രമന്ത്രിയായി, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ എത്തിച്ചത് ആ വേട്ടയാടലാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സജീവമായിട്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നതാണ്. ഞാൻ ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞു ഒരാഴ്ചക്കകം എനിക്ക് സർക്കാർ ജോലി കിട്ടി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ. കാരണം ടെസ്റ്റ് നേരത്തെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് PSC പരീക്ഷ എഴുതിയതുകൊണ്ട് ആ PSC പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് ഫൈനൽ ഇയർ ഡിഗ്രി പഠിക്കുന്ന കാലത്താണ്. പരീക്ഷ കഴിഞ്ഞ് ഞാൻ തൊഴിൽ രഹിതനായിട്ട് നടന്നിട്ടേ ഇല്ല. അത് കാരണം എക്സാമിനേഷൻ കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ തീരുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ഉടനെയോ എനിക്ക് നിയമന ഉത്തരവ് കിട്ടി. ആദ്യം അഡ്വൈസ് മെമ്മോ, അത് കഴിഞ്ഞിട്ട് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ, അവിടെ ഞാനൊരു LD ക്ലർക്കായിട്ട് 1980 ജൂൺ മാസത്തിലാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട്. കണ്ണൂരിലെ അന്നത്തെ സംഘർഷ സാഹചര്യം അത് വളരെ ഇതായിട്ടുള്ള സാഹചര്യമായിരുന്നു. RSSൻ്റെ പ്രവർത്തനത്തെ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കില്ല, അതിനെ ശാരീരികമായിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ള നിലപാടായിരുന്നു CPMൻ്റെ. ആ നിലപാട് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ RSSൻ്റെ അന്നത്തെ സംഘർഷത്തിൽ അകപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കാനും അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ ആയിരുന്നു എൻ്റെ അന്നത്തെ ആക്ടിവിറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് അറസ്റ്റ് ചെയ്തത്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലാത്ത സംഭവങ്ങളിൽ ഒരു സംഭവത്തിൽ എന്നെ വധശ്രമ കേസിലെ പ്രതിയാക്കി. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മാസം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നപ്പോൾ സസ്പെൻഷനായപ്പോൾ സ്വാഭാവികമായും എനിക്ക് പൊതുപ്രവർത്തനത്തിനുള്ള അവസരം കിട്ടി. അപ്പോൾ ആ അവസരം പൊതുപ്രവർത്തനത്തിൽ, വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് തന്നെ ഇടപെടാൻ തുടങ്ങി. സർക്കാർ ജോലി കിട്ടുമ്പോഴും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കണം എന്നുള്ള തലത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥ മാറിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 2 ആളുകൾ വേണമെങ്കിൽ പറയാവുന്നത്, ഇന്ന് RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ദത്താത്രേയ ഹൊസബാളെ, അതുപോലെ ആ കാലത്ത് കേരളത്തിലെ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അടിയന്തരാവസ്ഥ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന ശ്രീ ഗോവിന്ദാചാര്യ, ശ്രീ JP-യുമായിട്ട്, ജയപ്രകാശ് നാരായണനുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. നവനിർമ്മാണ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ സൂത്രധാരകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ JP-യെ പോലും ഈ പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ആളാണ് ശ്രീ ഗോവിന്ദാചാര്യ. അതിനുശേഷമാണ് പിന്നീട് നാനാജി കണക്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ വരുന്നത്.
അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധത രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കാലത്ത് കുടുംബം പോലും വേണ്ട എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടോട് കൂടിയിട്ട് മുഴുവൻ സമയം സംഘടനാ പ്രവർത്തനം എന്നുള്ള തലത്തിലാണ് 1980കളിൽ ഇതായത് വന്നത്. പിന്നെ ജോലിയുടെ ഇത് വന്നു, കേസ് കഴിഞ്ഞു. കേസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് തീരുമാനം എടുത്തിരുന്നു. കേസിൽ നിന്ന് തന്നെ വെറുതെ വിട്ടു. ഇനി മുഴുവൻ സമയം പൊതുപ്രവർത്തകൻ, മുഴുവൻ സമയം സംഘടനാ പ്രവർത്തകൻ. അങ്ങനെ 84 85 ആകുമ്പോഴേക്ക് കേസ് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിനുശേഷം ഈ സർക്കാർ ജോലി ഒഴിവാക്കാൻ തീരുമാനിച്ചു, മുഴുവൻ സമയം. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട നിമിത്തമായി മാറിയത് ആ അറസ്റ്റായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് പേരുകൾ, ഗോവിന്ദാചാര്യ, ദത്താത്രേയ ഹൊസബലെ, അതിൻ്റെ കൂടെ ചില പേരുകൾ കൂടെ വേണമെങ്കിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. സുശീൽ കുമാർ മോദി, ആനന്ദ് കുമാർ, ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴത്തെ മന്ത്രി, JP നദ്ദ, ഇതൊക്കെ താങ്കളുടെ സമകാലികരായിരുന്നു. ദേശീയ തലത്തിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ആ ഒരു പേരുകളൊക്കെ പരിഗണിക്കുമ്പോൾ ആ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ ശ്രീ വി മുരളീധരൻ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് പാർട്ടി എന്നെ MP ആയിട്ട് അയച്ചത്. കേരളത്തിൽ MP ആവാനുള്ള ഒരു സാഹചര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും കേരളത്തിൽ അന്ന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. ഞാൻ 2018 ഞാൻ MP ആകുമ്പോൾ ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ജയിക്കാൻ ഞാൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ്. കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കുമോ? നിങ്ങൾ രാജ്യസഭയിൽ വാ എന്ന് ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടി എനിക്ക് അർഹമായിട്ടുള്ള പരിഗണന തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് ഒരു ശ്രമവും നടത്താതെ, ഒരു നീക്കവും നടത്താതെ, ഇൻഡയറക്റ്റായിട്ട് പോലും ഒരു വാക്ക് എന്നെയും MP ആയിട്ട് പരിഗണിക്കണം എന്ന് പറയാതെയാണ് പാർട്ടി എന്നെ MP ആക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഞാൻ ആ സമയത്ത് കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ വഹിക്കാനായിട്ട് ഷിമോഗയിലായിരുന്നു. അവിടെ നിന്ന് പാർട്ടി എന്നെ ഒരു MP-യുടെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ കോഴിക്കോട് വരിക, കോഴിക്കോട് നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക, അതൊക്കെ പാർട്ടി ചെയ്യുന്നൊരു കാര്യമാണ്, പാർട്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. BJP-യുടെ ഒരു ശൈലിയും BJP-യുടെ പ്രത്യേകതയും, ഒരാൾ MP ആവാൻ വേണ്ടിയിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും അയാൾ ശ്രമിക്കുകയല്ല, പാർട്ടി തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ പാർട്ടി പരിഗണിക്കുന്ന ശ്രീ വി മുരളീധരൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനപ്പുറത്തേക്ക് വേറൊരു തീരുമാനം ഉണ്ടാകില്ല. പാർട്ടിയുടെ പ്രവർത്തകരുടെ മനസ്സിൽ ഞാൻ മത്സരിക്കണം എന്നാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൊതുവെയുള്ള പിന്നെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ കഴക്കൂട്ടത്താണ്. അതെ, 2015 തൊട്ട് ഞാൻ കഴക്കൂട്ടത്ത് താമസിക്കാൻ തുടങ്ങി. കഴക്കൂട്ടത്ത് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ, അന്ന് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ 2010 മുതൽ 16 വരെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് എനിക്ക് സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടേം പൂർത്തിയാകാൻ പോകുന്നു. അപ്പോൾ ഇനി സംഘടനാപരമായിട്ട് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടരില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലേക്ക് മാറണം എന്ന് തീരുമാനമെടുത്തപ്പോൾ പാർട്ടിയിൽ തന്നെ ധാരാളം സുഹൃത്തുക്കൾ ആണ് സജസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം സൗകര്യമുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് താരതമ്യേന ദുർബലമായിട്ടുള്ള മണ്ഡലമായിരുന്നു അന്ന് കഴക്കൂട്ടം. ബാക്കി മണ്ഡലങ്ങളൊക്കെ ഈവൻ നിയമമാണെങ്കിലും വട്ടിയൂർക്കാവാണെങ്കിലും മെച്ചപ്പെട്ട മണ്ഡലമായിരുന്നു. കഴക്കൂട്ടം താരതമ്യേന ദുർബലമായിട്ടുള്ള മണ്ഡലമായിരുന്നു. അപ്പോൾ ആ കഴക്കൂട്ടം ഞാൻ തിരഞ്ഞെടുത്തു, അവിടെ ഞാൻ പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസം ശരിയാണെന്ന് തെളിഞ്ഞു 2016 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ. കാരണം 6000-7000 വോട്ടിൽ നിന്ന്, അല്ലെങ്കിൽ 8000-9000 വോട്ടിൽ നിന്ന് 43,000 വോട്ടിലേക്ക് എത്തി, 2ാം സ്ഥാനത്തേക്ക് വന്നു. അതെ, 2ാം സ്ഥാനത്ത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പക്ഷേ കടകംപള്ളിയുടെ ഭൂരിപക്ഷം ഗണ്യമായി ഉയർന്നപ്പോഴാണ് താങ്കളുടെ 2016 പോരാട്ടത്തിൻ്റെ ഒരു വ്യാപ്തി കൂടുതൽ വ്യക്തമായത്. അല്ല, 2021 സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം 2021 ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. പക്ഷെ അവർ കഴക്കൂട്ടത്ത് താമസിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ മാത്രമല്ല, അവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ എത്തിയുള്ളൂ. അപ്പോൾ അവർക്ക് സമയം കുറച്ചേ കിട്ടിയുള്ളൂ. അവരൊരു പക്ഷേ ഒരു 2 മാസം മുമ്പേ വന്നിരുന്നുവെങ്കിൽ എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലെങ്കിലും അവർക്ക് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് അത്രയും വോട്ട് കിട്ടേണ്ട തെരഞ്ഞെടുപ്പല്ല. കാരണം ശബരിമല ഇതിന് തൊട്ട് പിറകെ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതൊരു വലിയ വിരോധാഭാസമാണ്.
അപ്പോൾ അതിൻ്റെ കാരണം അവർക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ബി ജെ പി പലപ്പോഴും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഈ വന്നും പോയി നിൽക്കുന്ന സ്ഥാനാർത്ഥികളാകുന്നൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെയൊക്കെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷവും 5 വർഷം അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വിജയം. ബി ജെ പിക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു അല്ല, അതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന നേതാക്കന്മാർ. അപ്പോൾ ആ അറിയപ്പെടുന്ന നേതാക്കന്മാരെ എല്ലാ പ്രദേശത്തെയും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഈ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നാണ്. ഇപ്പോൾ രാജഗോപാൽജി തിരുവനന്തപുരത്ത് മത്സരിച്ചു, അതിനുശേഷം അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ അസംബ്ലി മത്സരിച്ചു. നെയ്യാറ്റിൻകരയിൽ അസംബ്ലി മത്സരിച്ചതിന് ശേഷം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞാനന്ന് പ്രസിഡൻ്റാണ്. ഞങ്ങൾ വാസ്തവത്തിൽ രാജഗോപാൽജി അവിടെ മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഞാൻ അവിടെ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി പോയപ്പോൾ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ അഭിപ്രായം രാജേട്ടൻ മത്സരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ബൈ ഇലക്ഷനാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും അധികം ആലോചിക്കേണ്ട പ്രശ്നമില്ലായിരുന്നു. രാജേട്ടനോട് ചോദിച്ചു, രാജേട്ടൻ സമ്മതിച്ചു, രാജേട്ടൻ അവിടെ പോയിട്ട് മത്സരിച്ചു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അതൊരു സത്യമാണ്. കാരണം നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ രാഷ്ട്രീയ വളർച്ചയുടെ അടിത്തറയായിട്ട് മാറിയത്. ഒരു ഷിഫ്റ്റ്, മൈൽ സ്റ്റോൺ. അതെ. കാരണം അതുവരെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ഓൾസോ റാൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ നിർണായകമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാക്കാത്ത, നേട്ടമൊന്നും ഉണ്ടാക്കാത്ത, 3-ാം സ്ഥാനം ഉറപ്പ്, അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ രാജേട്ടൻ്റെ കാൻഡിഡേച്ചർ ബി ജെ പിയെക്കുറിച്ചുള്ള ധാരണ മുഴുവൻ മാറ്റി. ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് വന്നു. അത് പിന്നീട് രാജേട്ടൻ്റെ നേമത്തെ വിജയത്തിന് കാരണമായി. അപ്പോൾ ഈ ഒരു ഘടകമുണ്ട്. അതായത് കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ. കാരണം ബി ജെ പി നേതാക്കന്മാർക്ക് മറ്റു തരത്തിലുള്ള അവസരങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് പ്രതിപക്ഷത്ത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ്, ആ നേതാവിനെ ജനങ്ങൾ സമീപിക്കേണ്ട ആവശ്യമില്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭരണത്തിലിരിക്കുന്ന CPM-നെയോ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാരെ പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സമീപിക്കും. കേന്ദ്രത്തിലാണെങ്കിലും കോൺഗ്രസ് ഭരണത്തിൽ 2014 ശേഷം സാഹചര്യത്തിൽ മാറ്റം വന്നു. കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നു. ഇപ്പോൾ ഇതെല്ലാം പിന്നീടുണ്ടായ സാഹചര്യങ്ങളാണ്. 2014 മുൻപുള്ള കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും ഒരാവശ്യത്തിനും സമീപിക്കേണ്ട ആവശ്യമില്ലാത്ത നേതാക്കന്മാർ. ആ നേതാക്കന്മാരെ അങ്ങോട്ട് പോയിട്ട് ജനങ്ങളോട് പറയണം, ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം, ഞങ്ങൾ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഔദ്യോഗിക പ്രതിപക്ഷം അവിടെയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും, അയാളുടെ പാർട്ടി ഉണ്ടാവും. അവരാണ് ഒരു ലെജിറ്റിമേറ്റ് ഓപ്പോസിഷനായിട്ട് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാർ. അപ്പോൾ ബി ജെ പിയും പല ഘട്ടങ്ങളിലും ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ നല്ല സാധ്യതയുണ്ട്, അപ്പോൾ നല്ലൊരു നേതാവിനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജയസാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി പോകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ഏതാണ്ട് ഒഴിവാക്കി. ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അങ്ങ് പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് വിജയത്തിലേക്ക് വരുന്നതിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2014 ശേഷമുള്ള സാഹചര്യം പറഞ്ഞു. 14 ശേഷം ഇപ്പോൾ 12 വർഷത്തോളമായി. എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഒരു വിജയത്തിലെത്താൻ പറ്റാതെ പോകും? ഇപ്പോൾ താങ്കളെപ്പോലുള്ള നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നിങ്ങളുടെ വോട്ട് ശതമാനം ആ മണ്ഡലത്തിൽ കൃത്യമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ ബി ജെ പിയുടെ ഒരു മികച്ച പ്രകടനമായി മാറ്റാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് കാരണം. ഒരു ലിമിറ്റഡ് മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് നിയമസഭ അല്ലെങ്കിൽ ലോക്സഭയുടെ ഇത് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 2-ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ക്രമമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പണ്ടൊക്കെ 2-ാം സ്ഥാനത്ത് വന്നിരുന്ന ആകെ മണ്ഡലമുള്ളത് മഞ്ചേശ്വരം, കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് തിരുവനന്തപുരത്ത് വന്നു തുടങ്ങി. ഈവൻ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ബി ജെ പി 2-ാം സ്ഥാനത്ത് വരുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ, മലമ്പുഴയിൽ ബി ജെ പി 2-ാം സ്ഥാനത്ത് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൃശ്ശൂരിൽ 6 മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്തു.
ഇപ്പം നമ്മുടെ അവസ്ഥ 11 മണ്ഡലങ്ങളിൽ അസംബ്ലി സെഗ്മെൻറ്റ്സിൽ BJP ലീഡ് ചെയ്ത മണ്ഡലം പ്ലസ് 8-10 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലം. അപ്പോൾ അത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അത് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് പറഞ്ഞതുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ താരതമ്യേന ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുന്ന വളരെ ചരിത്രപരമായ നേട്ടം സ്വന്തമാക്കിയെങ്കിൽ പോലും സംസ്ഥാനത്താകെയുള്ള വോട്ട് ശതമാനം എടുക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഗണ്യമായ കുറവ് വന്നു. ആകെ ഒരു ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് 20% മുകളിൽ BJP വോട്ട് നേടിയത്. അങ്ങനെ നോക്കുമ്പോൾ 14% ആ ഒരു നിലയിലേക്ക് ചുരുങ്ങുന്നൊരു സാഹചര്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. BJP ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ ഫോക്കസ് ചെയ്തില്ല. BJP എടുത്ത തീരുമാനമായിരുന്നു ഈ തവണ ജില്ലാ പഞ്ചായത്തിന് പകരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ആ ഫോക്കസ് വിജയിച്ചു. കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ BJP പ്രവർത്തകരൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങ് തന്നെ കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്നാണ്. മാധ്യമങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങ് പരസ്യമായി കഴക്കൂട്ടത്ത് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ഈ കഴക്കൂട്ടത്തെ വിജയസാധ്യത എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വിജയസാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 10 വർഷം മുൻപുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് പൊതു സാഹചര്യം തന്നെ വലിയ വ്യത്യാസം വന്നു. കാരണം 10 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ CPMൻ്റെ ഭരണത്തോടുള്ള എതിർപ്പ് വളരെ കൂടുതലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം CPMൻ്റെ പാർട്ടിക്കകത്ത് തന്നെ തുടർഭരണം ആശാസ്യമല്ല എന്ന് CPM നേരിട്ട് പാർട്ടി അംഗത്വമുള്ളവരല്ലെങ്കിലും CPMൻ്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വരെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ CPMൻ്റെ സഹയാത്രികർ തുടർഭരണം കൂടുതൽ കുഴപ്പമാണ് എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പാർട്ടിയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത് മാറണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് മോഡൽ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ കാണാനുണ്ട്. 2016 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജസ്റ്റ് 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരു 2-3 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അന്ന് പലരും വിശ്വസിച്ചത് ഒരു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ച് കോൺഗ്രസ് വരും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് എഴുതി തള്ളപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിൽ സമീപഭാവിയിലൊന്നും കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതയില്ല. 25-30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സമീപഭാവിയിലൊരു സാധ്യതയില്ല. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഓൾട്ടർനേറ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ, ആ മോഡൽ ജനങ്ങൾ അംഗീകരിച്ചു. അതിൻ്റെ നേരിട്ട് അനുഭവമുള്ള ആൾക്കാരാണ് കഴക്കൂട്ടത്തുകാർ. കാരണം നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, ഈവൻ ഈ കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ ഒറിജിനൽ പ്ലാനിൽ ഇല്ലാതിരുന്ന കാര്യമാണ്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശ്രീ നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്തെത്തി. ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ BJPയുടെ പ്രതിനിധി സംഘം നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് നിവേദനം കൊടുക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്ന് ഈ തുടങ്ങുന്ന ബൈപ്പാസ് വാസ്തവത്തിൽ അവരുദ്ദേശിച്ചിരുന്നത് കഴക്കൂട്ടം ജംഗ്ഷൻ ഇപ്പുറത്ത് തുടങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കഴക്കൂട്ടം ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്കിന് ഉൾപ്പെടെ പരിഹാരമാണെങ്കിൽ ഈ ബൈപ്പാസ് ഒരു ഫ്ലൈ ഓവറോടുകൂടി കഴക്കൂട്ടം ജംഗ്ഷൻ അപ്പുറത്തുനിന്ന് തുടങ്ങണം. നിതിൻ ഗഡ്കരി വളരെ വേഗതയിൽ തീരുമാനമെടുത്തു. വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിവേദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഡിസിഷൻ വന്നു. ആ ഡിസിഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കഴക്കൂട്ടത്ത് എല്ലാ ബ്രാൻഡുകളും അവരുടെ ഷോറൂംസ് ഓപ്പൺ ചെയ്യുകയാണ്. തിരുവനന്തപുരം സിറ്റിയിലുള്ളതുപോലെ എല്ലാ ഗ്ലോബൽ ബ്രാൻഡുകളടക്കം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ഒരു വാണിജ്യ കേന്ദ്രം എന്നുള്ളതിൽ കഴക്കൂട്ടം ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് ഈ ബൈപ്പാസാണ്. ഇത് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നുകൊണ്ട് ആയതാണ്. അല്ലെങ്കിൽ ആ സ്ഥലം എടുത്തിട്ട് ദശാബ്ദങ്ങളായിട്ട് കിടക്കുകയായിരുന്നു ആ സ്ഥലം. കോൺഗ്രസ് സർക്കാരിലൊന്നും നടന്നു. അപ്പോൾ കഴക്കൂട്ടത്തെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധം കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്ന് മാത്രമല്ല, ആ മോഡലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. ഇനി നടപ്പാക്കാൻ പോകുന്ന സമയബന്ധിതമായിട്ടുള്ള വികസനം. നരേന്ദ്രമോദിയുടെ പോയിന്റ് എന്ന് വെച്ചാൽ, ഒന്ന് ടൈം ബൗണ്ട് ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും വികസനം.
എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ. കോൺഗ്രസ് സർക്കാരുകളിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗരീബി ഹട്ടാവോ. 40-50 കൊല്ലമായിട്ട് ആ മുദ്രാവാക്യമാണ്. നരേന്ദ്രമോദി അതല്ല, അടുത്ത 5 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാവണം. അടുത്ത 5 കൊല്ലം കൊണ്ട് എല്ലാവർക്കും ആരോഗ്യം. ഇപ്പോൾ ആരോഗ്യ മേഖല ഒരു പ്രധാനപ്പെട്ട ഫോക്കസാണ്. കഴക്കൂട്ടത്ത് നമ്മുടെ ശ്രീചിത്ര കഴക്കൂട്ടം മണ്ഡലത്തിലാണ്, RCC കഴക്കൂട്ടം മണ്ഡലത്തിലാണ്, മെഡിക്കൽ കോളേജ് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്, നിഷ് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. അതേസമയത്ത് സാധാരണക്കാരൻ ഇരുന്ന ഇരിപ്പിൽ കസേരയിൽ മരിക്കുന്ന സംഭവങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയിടയിൽ 2-3 സംഭവങ്ങളുണ്ടായി. കാരണം എന്താ, സാധാരണക്കാരന് അത് അപ്രാപ്യമായിട്ട് നിൽക്കുന്നു. കാരണം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നിർജ്ജീവമാണ്. ഈ വികസന വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വേളയിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, ആറ്റിങ്ങലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, അതായത് MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് എയിംസ് കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് താങ്കൾ നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ എയിംസ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അതൊരു പ്രധാന വാഗ്ദാനമായി ഉയർത്തുമോ? പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിയമസഭയിൽ അതിൻ്റെ പ്രസക്തി ലോക്സഭയുടെ അതുപോലെയല്ല. കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എയിംസ് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ താങ്കളൊരു ദേശീയ നേതാവാണ്, സ്വാധീനം ചെലുത്താൻ കഴിയും. അത് വേറെ കാര്യം. ദേശീയ നേതാവാണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇഷ്യൂസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളോ അല്ല. അത് സംസ്ഥാന രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഘട്ടത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എയിംസ് ഞാൻ കൊണ്ടുവരും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം അതാണ്. എങ്കിലും തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ എനിക്ക് വേറൊരു അഭിപ്രായമില്ല. തിരുവനന്തപുരമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്താണ് അതിൻ്റെ ആവശ്യകത. കാരണം ഈ തെക്കൻ കേരളത്തിലുള്ള, തെക്കൻ തമിഴ്നാട്ടിലുള്ള ആളുകൾക്കുൾപ്പെടെ ഈ തിരുവനന്തപുരത്ത് എയിംസ് വരുന്നതിലൂടെ ധാരാളം പ്രയോജനപ്പെടും. തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കാണുന്നൊരു പ്രവണത സ്ത്രീ വിഷയം ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങളും, അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കാത്ത പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വികസനം മുൻനിർത്തി വോട്ട് തേടുന്നത് വളരെ അപൂർവ കാഴ്ചയായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു സാഹചര്യം. BJP എന്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? BJP അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. BJP 3 ഒരു ട്രൈഫോക്കൽ അപ്രോച്ചാണ് നമ്മൾ എടുക്കുക. കാരണം ഒരു കാര്യം, ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 68 വർഷമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 മുന്നണികൾ, ഈ മുന്നണികളുടെ ഭരണത്തിലാണ് കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ തൊഴിൽ തേടി പുറത്തു പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രയും കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം കേരളത്തിൽ അവന്യൂസ് ഇല്ലാത്തതുകൊണ്ട്. ഈവൻ നമുക്ക് കിട്ടുന്ന ഒരു റെമിറ്റൻസ് എക്കോണമി, അത് വളരെ അൺസ്കിൽഡ് ലേബർ പുറത്തു പോയിട്ട് കിട്ടുന്ന വരുമാനമാണ്. അത് സ്കിൽഡ് മാൻ പവർ ആയിരുന്നു എന്നിരിക്കട്ടെ, ഇതിൻ്റെ 4 ഇരട്ടി വരുമാനം കേരളത്തിന് കിട്ടുമായിരുന്നു. കേരളത്തിൻ്റെ ജീവിത നിലവാരം ഇതിൻ്റെ 4 ഇരട്ടി മെച്ചപ്പെട്ടേനെ. അതോടൊപ്പം കേരളത്തിൽ വളർന്നു വരുന്ന ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിൽ നിന്നാണ് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. കേരളത്തിലാണ് കേരള സ്റ്റോറി 2 ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്യുന്നതിന് പകരം മുഖ്യമന്ത്രി നിയമപരമായിട്ട് മാർഗ്ഗമാണ് അവലംബിക്കേണ്ടിയിരുന്നത്. ഹൈക്കോടതി കേരള സ്റ്റോറിയുടെ പ്രദർശന അനുമതി നൽകിയതിന് ശേഷം അതിനെതിരായിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന സമരം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ തീരുമാനത്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഭരണഘടന സംരക്ഷകരാണെന്നാണ്. കാരണം കേരളത്തിൽ ഒരു സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു അപ്രോച്ച്, ആ അപ്രോച്ച് CPM എടുക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ലീഗ് നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായിരിക്കും. ലീഗ് നിയന്ത്രിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എലിമെൻസിനെയൊക്കെ സപ്പോർട്ട് കിട്ടുന്ന, പരോക്ഷമായിട്ടെങ്കിലും സപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യം വരും.
അത് വലിയ അപകടകരമായിട്ടുള്ള ഇവിടെ സാഹചര്യം ഈ കേരളത്തിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു വർത്തമാനമാണ്. ഇതിനൊന്നും ഒരു സാധൂകരണമില്ല. അത് ചോദിക്കാമോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ അങ്ങ് പറഞ്ഞതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം, ഈ UDF അധികാരത്തിൽ വരുന്നതിനേക്കാൾ BJPയും RSSും ഒക്കെ താല്പര്യം കാണിക്കുന്നത് വീണ്ടും ഒരു വട്ടം കൂടി LDF സർക്കാർ അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല. അതിനൊരു ന്യായീകരണമായി പറയുന്നത് ഈ കാരണങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്ലല്ല, അതിൽ വ്യത്യാസമില്ലല്ലോ. ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? ഇവർ പാറശാല വരെയല്ലേ ഈ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പാറശാല കഴിഞ്ഞാൽ ഇവർ കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആശയപരമായിട്ട് അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഡൽഹി പോകുമ്പോൾ അവർ നരേന്ദ്രമോദിക്കെതിരെ, പാറശാല കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച്. ഇവിടെ അവർ എതിർക്കുന്നത് ഇവർ തൽക്കാലം ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അഭ്യാസം എന്നുള്ളതിനപ്പുറത്ത് ഇവർക്ക് വാസ്തവത്തിൽ ഇവർ തമ്മിൽ ഒരു എതിർപ്പുമില്ല. അതുകൊണ്ട് ഇവരെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസ്സിന് പകരം CPM വന്നാൽ കുറെ കൂടി ബെറ്ററാണ്, അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ നാടിന് ഗുണകരമാവുക ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. BJPക്ക് ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്നാണ് ഒരു ഞങ്ങളില്ലാതെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ള സാഹചര്യം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ ഏത് സർക്കാർ ഭരിച്ചാലും കേരളത്തിന് ദോഷമാണ്. അതായത് ഇത്തവണ തൂക്കുസഭയായിരിക്കുമെന്നാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. കാരണം അങ്ങനെ BJPയുടെ പിന്തുണ ഇല്ലാതെ BJPയുടെ പിന്തുണ ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞില്ല. BJP ഇല്ലാത്തൊരു സർക്കാർ, അത് BJPയുടെ പിന്തുണ ഇല്ല. നാളെ മുന്നണികളൊക്കെ മാറാലോ, തൂക്കൊന്നും ആവണ്ട. BJP കൂടെ ഉൾപ്പെടുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. അതെ. അങ്ങനെ ഒരു സർക്കാർ വരുന്നതിലൂടെയേ കേരളത്തിന് പുരോഗതി സാധ്യമാവുള്ളൂ, കേരളത്തിന് സുരക്ഷിതത്വം കിട്ടുള്ളൂ, കേരളത്തിലെ വികസനം കിട്ടുള്ളൂ, കേരളത്തിലെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ കഴിയും എന്നുള്ള ബോധ്യം വരുള്ളൂ. ശബരിമലയിലുള്ള ആ സംഭവങ്ങൾ നടക്കാൻ കാരണം എന്താ? കാരണം നിയമസഭയിൽ BJPക്ക് ഒരു പ്രാതിനിധ്യം ഇല്ലാത്തതുകൊണ്ട്. CPMന് നാസ്തികരാണ്, അവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, അവർക്ക് കൊള്ളയടിക്കുന്നതിലും പ്രശ്നമില്ല. അവർ രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിക്കുന്ന ആൾക്കാർക്ക് ശബരിമല അയ്യപ്പനെ കൊള്ളയടിക്കുന്നതിൽ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് നിയമസഭയിൽ ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറല്ല. ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല പ്രതിപക്ഷം വെള്ളമുണ്ടാക്കി എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അടിയന്തര പ്രമേയമല്ലേ കൊണ്ടുവരേണ്ടിയിരുന്നത്. സഭാ ചട്ടങ്ങൾ അനുസരിച്ച് സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം. അതാണ് അടിയന്തര പ്രമേയത്തിൻ്റെ അർത്ഥം. അത്രയും ഗൗരവമുള്ള വിഷയമാണത്. അത് പ്രതിപക്ഷത്തിന് ഒരിക്കലും തോന്നിയില്ല. BJPക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു സർക്കാർ വരുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ്? ഞാൻ ചോദിക്കാൻ കാര്യം 20% താഴെ വോട്ട് മാത്രമാണ് നിലവിലുള്ളത്. അതാണ് തെറ്റ്. നേരത്തെ പറഞ്ഞല്ലോ, കഴക്കൂട്ടത്ത് വോട്ട് വർദ്ധിച്ചു, ആറ്റിങ്ങൽ വോട്ട് വർദ്ധിച്ചു. ഈ വോട്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തുണ്ട്, ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ചു. ഒരുപക്ഷെ മലപ്പുറത്തെ കുറച്ച് മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ഡെമോഗ്രഫി കാരണം, ആ മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ സ്വാധീനം കാരണം അവിടെ കുറവായിരിക്കും. അങ്ങനെയുള്ള ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ഒരു 100-125 മണ്ഡലങ്ങളിൽ BJPക്ക് 30% വോട്ടുണ്ട്. പക്ഷേ ആ വോട്ട് പോൾ ചെയ്യപ്പെടാത്തത് ജനങ്ങൾക്ക് ഒരു ബോധ്യം വന്നില്ല. ഈ ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മാറ്റമുണ്ടാവും, ഈ ആൾക്ക് ജയസാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ വോട്ട് കിട്ടും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ എല്ലാവരും പറഞ്ഞിരുന്നത് BJPക്ക് തിരുവനന്തപുരത്ത് സാധ്യതയുണ്ട്, ആറ്റിങ്ങൽ സാധ്യതയില്ല എന്നായിരുന്നു. ആറ്റിങ്ങലും തിരുവനന്തപുരം തമ്മിലുള്ള വ്യത്യാസം എന്താ? അണ്ടൂർകോണത്തെ ഒരു റോഡാണ്. കോർപ്പറേഷനെ അണ്ടൂർകോണം പഞ്ചായത്തിനെയും വേർതിരിക്കുന്നത് വെട്ട് റോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റോഡാണ്. ആ റോഡിൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ BJPക്കാർ, അപ്പുറത്ത് താമസിക്കുന്ന ആരും BJP ആവില്ല. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരു പ്രദേശത്തെ ആൾക്കാരൊക്കെ BJP. 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ 2% താഴെ മാത്രം വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 30%, 31.5% വോട്ട് കിട്ടി എനിക്കവിടെ. അത്ര തന്നെ ഏതാണ്ട് തിരുവനന്തപുരത്തുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വാധീനം ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങലും കൊല്ലവും തമ്മിൽ എന്താ വ്യത്യാസം? വർക്കല കാപ്പിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലമായി. കാപ്പിൽ ഇപ്പുറത്തുള്ള ആൾക്കാർ, റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ BJPക്കാർ, കാപ്പിൽ അപ്പുറത്തുള്ള ആൾക്കാരും BJPക്കാരാവില്ല. കൊല്ലത്തും കിട്ടും ഇതൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും BJPക്ക് 30% വോട്ടുണ്ട്. ആ 30% വോട്ട് പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. അതിന് പറ്റിയ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക, ആ കാൻഡിഡേറ്റ്സിനെ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്ത, K. മുരളീധരനെ
വിധേനയും തോൽപ്പിക്കണമെന്ന് BJPയും RSSും ഒക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറയിട്ട് അങ്ങനെ ഒരു നീക്കം ഏതെങ്കിലും തരത്തിലുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ആരെങ്കിലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. BJP ജയിക്കണം, വട്ടിയൂർക്കാവിൽ BJPക്ക് ജയിക്കണം, കഴക്കൂട്ടത്ത് BJPക്ക് ജയിക്കണം, നേമത്ത് BJPക്ക് ജയിക്കണം, തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കണം. ഇതാണ് BJP ഫോക്കസ്. ആര് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അപ്രസക്തമാണ്. അപ്പം ഞങ്ങൾ ജയിക്കുമ്പോൾ ബാക്കിയുള്ളവർ തോക്കും, നാച്ചുറൽ. താങ്കളുടെ സംഘടനാ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടം കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച കാലഘട്ടമാണ്. ആ ഒരു പദവിയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ട് മറിക്കൽ, വോട്ട് വിൽപ്പന തുടങ്ങിയ ദുഷ്പേരുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾക്കിടയിൽ സംസ്ഥാനത്തെ BJP കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ 5 വർഷത്തെ താങ്കളുടെ ഒരു അധ്യക്ഷ ജീവിതം അവസാനിക്കുമ്പോൾ ഗണ്യമായ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഈ BJPയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ BJP പാർട്ടി എന്നുള്ള നിലയിൽ കൂട്ടായിട്ടുള്ള പല തീരുമാനങ്ങളെടുത്തു. 90കളിൽ ഈ പറഞ്ഞ ചില അടവ് നയമോ അല്ലെങ്കിൽ ഒരു ധാരണ എന്നുള്ളതോ ഒക്കെ പറയാവുന്ന ചില ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് മാത്രമല്ല, അത് പാർട്ടിക്കകത്ത് ധാരാളം ആശാസ്യമല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി. അത് തിരുത്തണമെങ്കിൽ സംഘടനാപരമായിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തണം, ഒരു വശത്ത്. 2, CPM BJPയുടെ മുഖ്യ ശത്രു, കോൺഗ്രസ് അത്ര ശത്രുവല്ല എന്ന് സാധാരണ BJP പ്രവർത്തകരല്ലാത്ത ആൾക്കാരുണ്ട്, BJP വോട്ടേഴ്സ്, അങ്ങനത്തെ ആളുകളുടെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു. അതിലൊരു മാറ്റം വരുത്തണം. ഇവർ രണ്ടുപേരും നമുക്ക് ഒരേപോലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിട്ടുള്ള 2 മുന്നണികളാണ്. ഈ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആ സമയത്ത് ശ്രമിച്ചത്, 2010 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ. എൻ്റെ അഭിപ്രായത്തിൽ അത് ഏതാണ്ട് ഫലപ്രദമായിട്ട് ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു. അതാണ് 2016 രാജേട്ടൻ്റെ വിജയത്തിലെത്തിയത്. കാരണം 2015 ഡിസംബർ വരെ ഞാൻ പ്രസിഡൻ്റായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനം 2016 ആദ്യത്തെ വിജയത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ BJP പുതിയ ധാരാളം വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അതും ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം കേരളത്തിലൊരു വലിയ ഭീതി, ഈ പറഞ്ഞ ലീഗിൻ്റെ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഭീതി ധാരാളം സമൂഹങ്ങളിലുണ്ട്. ആ സമൂഹങ്ങളെല്ലാവരും ഒരുമിച്ച് വരാൻ വരേണ്ടത് ഒരാവശ്യകത കൂടിയാണ്. അപ്പോൾ ആ ഒരു ശ്രമം സ്വാഭാവികമായിട്ടും BJP തുടർച്ചയായി കേട്ടിരുന്നൊരു വിമർശനമാണ്. അതായത് BJPക്കുള്ളിലെ ഭിന്നത അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾ എന്നൊക്കെയുള്ള, ഞാൻ ആ വിഭാഗങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ അതിൻ്റെ താല്പര്യങ്ങളാണ് പൊതുവെ BJPയുടെ പല വിജയത്തെയും തടയപ്പെട്ടത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പോലും അത് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? BJPയെക്കുറിച്ച് BJPയും കോൺഗ്രസിലും CPMലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പല ഫാക്ഷണൽ വിഭാഗീയ കാര്യങ്ങൾ നടക്കുന്ന ഉള്ളൊരു പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കേണ്ടത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമാണ്. കാരണം BJP ഞങ്ങളെപ്പോലെ അല്ലാത്തൊരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ BJPയിലേക്ക് ആളുകൾ വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിച്ഛായ BJPയെക്കുറിച്ചും സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കഷ്ടിച്ച് 80% ആൾക്കാർ അവരുടെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. ആ 80% ആൾക്കാർ പിന്തുണക്കുന്ന 2 പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് തടയാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അത് ഒരു പരിധിവരെ ആ പ്രചാരണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ആ തരത്തിൽ ഈ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ആറ്റിങ്ങൽ ഞാൻ തോക്കാൻ കാരണമോ, ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോക്കാൻ കാരണമോ ഇതുപോലത്തെ വിഭാഗീയതയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. ഈ ദിവസം വിമൻസ് ഡേ കൂടിയാണ്. ഒരു സ്വാഭാവികമായും ഏത് പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ ഒരു പങ്കുണ്ടാവുമെന്ന് പറയാറുണ്ട്.
അങ്ങയുടെ ഭാര്യയും ABVP കാലഘട്ടം മുതൽ പ്രവർത്തിച്ച് വന്നയാളാണ്. അപ്പോൾ ഭാര്യയുടെ പിന്തുണ സ്വാഭാവികമായും വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, അത് അക്കാര്യം കൂടി പറയുമ്പോൾ ഒരു പഴയകാല ചരിത്രം 2011 എൻ്റെ ഒരു ഓർമ്മ. ഒരു 10:30 മണി കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാം എന്ന് കൂടെ നിന്ന നേതാവ് പറഞ്ഞപ്പോൾ അങ്ങനെ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 10:30-ക്ക് ശേഷം വീട്ടിൽ കയറാൻ പറ്റുന്ന പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ജോലിയല്ല ഇതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ പൊക്കോളൂ എന്ന് പറയുന്ന ഒരു വളരെ കാർക്കശ്യക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് താങ്കൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നിലപാടെടുക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായൊരു പിന്തുണ വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ രീതിയിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ ഭാര്യയെ കൂടി ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണോ ഭർത്താവാണോ മുകളിൽ, മേധാവിത്വം ആർക്കാണ്, അവസാന വാക്കാരുടേതാണ് എന്നുള്ളതിന് പകരം രണ്ടുപേരും കൂടിയാലോചിച്ച് കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, രണ്ടുപേരും ഔപചാരികമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇതിന് അപ്പുറത്ത് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ളൊരു ബന്ധം, അതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ബന്ധത്തിൻ്റെ അടിത്തറ. ആ ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിലുള്ളത്. പൊതുജീവിതത്തിൽ താങ്കളുടെ ചിലവുകൾ ഉൾപ്പെടെ താങ്കൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അത് ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞൊരു ലളിത ജീവിതത്തിൻ്റെ കൂടി കാര്യം സൂചിപ്പിക്കാനാണ്. പൊതുജീവിതത്തിൽ MP എന്ന നിലയിൽ കിട്ടുന്ന പെൻഷനൊക്കെയാണ്, പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. സത്യമാണ്. കാരണം എനിക്ക് വരുമാനം അത് മാത്രമേ ഉള്ളൂ. നേരത്തെ വരുമാനം ഭാര്യയുടെ ശമ്പളം മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ പെൻഷൻ കൂടിയുണ്ട്. എൻ്റെ പൊതുപ്രവർത്തനത്തിന് എൻ്റെ പെൻഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഏതാണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ 45 കൊല്ലമായി പൊതുപ്രവർത്തനത്തിൽ സജീവമായിട്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ് 1980 സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന അന്ന് തൊട്ട് ഞാൻ വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ 45 കൊല്ലക്കാലത്തിനിടയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും ഞാൻ അറിഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റും. പൊതുപ്രവർത്തനത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ല, എൻ്റെ യാത്ര, എൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ നിറവേറ്റും. ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ യാത്ര, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റും. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ ജോലി ചെയ്ത് കിട്ടുന്ന ഇതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ നോക്കും. BJPയുടെ ഒരു ദേശീയ നേതാവെന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട്, അതുപോലെ തന്നെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളോടും എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിലെ ജനങ്ങൾ, കഴക്കൂട്ടത്തെ ജനങ്ങൾ തിരിച്ചറിയണം. ആ മാറ്റമുണ്ടാകുന്നതിലൂടെ മാത്രമേ കേരളത്തിനും കഴക്കൂട്ടത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയുള്ളൂ, ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ, ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് വിശ്വാസത്തിന് വേണ്ടി ഒരു വോട്ട്, സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു വോട്ട്, വികസനത്തിന് വേണ്ടി ഒരു വോട്ട്. വളരെ നന്ദി. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്, സഹകരിച്ചതിന്. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.